الرجيم بسم الله الرحمن الرحيم ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരികളെ, സംഗമം കൾച്ചറൽ ഫോറത്തിന്റെ കൺവീനർ, ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചിരിക്കുന്ന സഹോദരി ഷെഫീന, സ്വാഗത ഭാഷണം നടത്തിയ നഗീന, എന്നെ പരിപാടിയിലേക്ക് ക്ഷണിച്ച തസ്ലീമ സാഹിബ, സംഗമത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരായ അഷ്ഫാഖ് സാഹിബ്, റഹീം സാഹിബ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തോടും സമസൃഷ്ടികളോടും നന്ദിയുള്ളവരാവുക എന്നാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. ഈ നന്ദി എന്ന് പറയുന്ന സംഗതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണെന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ഓതിയ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ലുഖ്മാനെ സത്യജ്ഞാനം നൽകിയ ശേഷം അള്ളാഹു പറഞ്ഞു, അനിഷ്കുറില്ല, നീ അള്ളാഹുവിനോട് കൃതജ്ഞത ഉണ്ടാവുക. ആർ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുവോ അവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്, അല്ലെങ്കിൽ അവനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. ഒമൻ കഫറ, ആർ നന്ദികേട് കാണിക്കുന്നുവോ ഫഇന്നല്ലാഹു ഗനിയ്യുൻ ഹമീദ്, അല്ലാഹു ഐശ്വര്യവാനും സ്തുതിക്കപ്പെട്ടവനുമാണ്. അതുപോലെ ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അൻഷുർലി വലിവാലിദൈക, മാതാപിതാക്കളുടെ പ്രയാസങ്ങളെ കുറിച്ച്. ഒരു കുട്ടിക്ക്, മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, അതിനാൽ നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങള് അള്ളാഹു വിളംബരം ചെയ്തിട്ടുണ്ട്, നിങ്ങള് നന്ദി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൃതജ്ഞത ചെയ്യുക, നിങ്ങൾ നന്ദിയുള്ളവരാവുക. നിങ്ങൾ അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായും നാം നിങ്ങൾക്ക് ധാരാളമായി നൽകും. ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ അതികഠിനമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെയും ധാരാളം ആയത്തുകളുണ്ട്, എല്ലാം ഈ ചെറിയ സമയത്തിനുള്ളിൽ വിശദീകരിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരാവുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഈ നന്ദിയുള്ള ഒരു ഹൃദയം, നന്ദിയുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുക ഇഹത്തിലും പരത്തിലും എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അതായത് അള്ളാഹുവിന് വേണ്ടിയല്ല, മറിച്ച് അവർക്ക് വേണ്ടി തന്നെയാണ്. മനുഷ്യരുടെ നന്ദി കിട്ടിയിട്ട് അള്ളാഹ്ക്കൊരു കാര്യമില്ല. കാരണം നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അള്ളാഹ്ക്കൊരു പ്രശ്നമില്ല. കാരണം അള്ളാഹു സ്വയം പര്യാപ്തനും അതോടൊപ്പം തന്നെ എല്ലാവരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. മനുഷ്യർ അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റ് ചരാചരങ്ങളും പക്ഷി മൃഗാദികളും സസ്യലതാദികളും പ്രപഞ്ചവും ഒക്കെ അള്ളാഹുവിനെ സദാ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞു, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ശരിക്കും ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്കതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു നിലപാടിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവ ഗുണം നമ്മുടെ ശീലമാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മിനിറ്റ്, ഒന്ന് വാതിൽ തുറന്നു.
അങ്ങനെയാണല്ലോ അല്ലെ. അള്ളാന്റെ എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുണ്ട് അല്ലെ. ഓരോ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമ്മൾ നന്ദി പറയാറുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളൊരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു വികാരമായിട്ട് അതിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം അതൊരു നമ്മുടെ നിത്യവുമുള്ള ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം തന്നെ ഉപകാരസ്മരണയുള്ള, നന്ദിയുള്ള, കൃതജ്ഞതയുള്ള ഒരു ഹൃദയമായി നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിനെ കൊണ്ട് ധാരാളം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അതിലേറ്റവും പ്രകടമായ ഒരു അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറയുക, അള്ളാഹു ചെയ്തു തന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരായി മാറുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹജീവികളോട്, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോട് ഒക്കെ ആ ഒരു തരത്തിൽ നമ്മൾ നന്ദിയുള്ള ഒരു ഹൃദയം നമ്മൾ ബോധപൂർവം നട്ട് നനച്ച് വളർത്തിയെടുക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രഥമമായ നേട്ടം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ഒരു അടുപ്പം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ പറയാനുണ്ടാവും അല്ലെ. അള്ളാഹുവിനോട് നമുക്ക് സംസാരിക്കാനുണ്ടാവും. അങ്ങനെ നിരന്തരം നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെടുകയും അള്ളാഹുവുമായുള്ള വിശ്വാസവും അള്ളാഹുവുമായുള്ള കോണ്ടാക്റ്റും വളരെ ശക്തമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പൊ അള്ളാഹുവുമായിട്ട് അഗാധമായ ബന്ധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ടതായിരിക്കും അല്ലെ. അവന്റെ വ്യക്തി ജീവിതം, അവന്റെ സാമൂഹ്യ ജീവിതമൊക്കെ വളരെ മെച്ചപ്പെട്ടതായിരിക്കും. അപ്പൊ ഈ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കുന്നതിലൂടെ അള്ളാഹുവുമായുള്ള ബന്ധവും അതോടൊപ്പം നമ്മുടെ ജീവിതവും മെച്ചപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നു. സാധാരണയായിട്ട് നമ്മുടെ ജീവിതം ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ, ഒരു മെച്ചപ്പെട്ട നിലയിൽ എത്തണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഇന്നുള്ള ഒരു അവസ്ഥ മാറണം അല്ലെ, നമ്മുടെ ചുറ്റുപാടുകൾ മാറണം, നമ്മുടെ പിന്നെ സൗകര്യങ്ങൾ മാറണം, എന്നാലാണ് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും സംഭവിക്കാതെ തന്നെ നമ്മൾ ഈ ഒരു സ്വഭാവം വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം തന്നെ നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഉയരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ എല്ലാ തരത്തിലും എല്ലാ ആസ്പെക്ട്സിലും നോക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ലൈഫായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ നന്ദി പറയുന്ന അല്ലെങ്കിൽ ഉപകാരസ്മരണയുള്ള കൃതജ്ഞതാബോധമുള്ള ഒരു മനസ്സിന്റെ ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ഒരിക്കലും നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് പോകില്ല. നമ്മള് പോസിറ്റീവ് കാര്യങ്ങളിലേക്കാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പതിയുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുതിയ കണക്ക് പ്രകാരം ഒരു മനുഷ്യന്റെ ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിൽ 60,000-ഓളം ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്നാണ് മനുഷ്യ മനസ്സുകളിലൂടെ. ഒരാളുടെ മനസ്സിലൂടെ 60,000-ഓളം ചിന്തകൾ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ചിന്തകളിലായിരിക്കും പലപ്പോഴും അല്ലെ. നമ്മുടെ ഓരോ പണിയെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കവി പാടിയതുപോലെ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത തീരങ്ങളിൽ. നമ്മൾ വിചാരിക്കാത്തിടത്തൊക്കെ നമ്മൾ എത്തിപ്പെടുന്ന അല്ലെ. ഒന്ന് ചിന്തിച്ച് നമ്മള് ഏതോ രാജ്യത്തൊക്കെ ഏതോ നാട്ടിലൊക്കെ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പായുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, ധാരാളം ചിന്തകൾ ഉണ്ട് അല്ലെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്കാം, ഞാൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പൊ എനിക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, അതോടൊപ്പം തന്നെ എനിക്കില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് ഈ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് 80-90% നമ്മുടെ ലിസ്റ്റില് നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എഴുതിയതെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം പിന്നെ നമുക്ക് എന്താണ് പ്രതീക്ഷ നൽകുന്ന ഒരു ജീവിതമാണ്, നമ്മുടെ സംതൃപ്തമായ ഒരു ജീവിതമാണ്, സന്തോഷമുള്ള ഒരു ജീവിതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ പിന്നെ ഈ ലിസ്റ്റില് 80-90% ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് എഴുതിയതെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് സംതൃപ്തമായ ഒരു ജീവിതമായിരിക്കില്ല ഉണ്ടാവുക.
നമ്മൾ ഇപ്പോഴും നമ്മുടെ ശ്രദ്ധ നമുക്കില്ലാത്ത കാര്യങ്ങളിലാണ്, നമ്മുടെ ചിന്തകൾ ആ ഭാഗത്തേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ് അല്ലെ. ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് പരീക്ഷണങ്ങളായിരിക്കും കൂടുതൽ, ചില ആളുകൾക്ക് അനുഗ്രഹങ്ങളായിരിക്കും കൂടുതൽ. എന്ത് തന്നെ ആയാലും രണ്ടും സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും മനുഷ്യൻ ഉണ്ടാവുക. അപ്പൊ നമ്മള് ചിന്തിക്കുന്നത് പോലെയാണ് നമ്മുടെ പിന്നെ ജീവിതം സന്തോഷപ്രദവും പിന്നെ അതേപോലെ തന്നെ ദുഃഖകരവും ഒക്കെ ആയിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരിക. അപ്പൊ നമ്മൾ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ മറന്നുപോകും, അതൊക്കെയും അടിയിലേക്ക് പോയി കളയും. എന്നാൽ പിന്നെ നമ്മള് പിന്നെ ഉള്ള കാര്യങ്ങളാണ് കൂടുതൽ എഴുതിയ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു മെന്റാലിറ്റി കാരണം അവര് ഈ തിക്തമായ അനുഭവങ്ങളെ അല്ലെങ്കിൽ തിക്തമായ യാഥാർത്ഥ്യങ്ങളൊക്കെ അവരുടെ ഈ അനുഗ്രഹങ്ങളുടെ അടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലിസ്റ്റില് നമുക്കില്ലാത്ത കാര്യങ്ങളാണ് കൂടുതലായിട്ട് എഴുതിയതെങ്കിൽ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ആവലാതികളും വേവലാതികളും മാത്രമുള്ള ആളുകളായിട്ട് മാറുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുകയില്ല. അപ്പോ അടിയന്തരമായിട്ട് തന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ ചിന്ത നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതായത് എത്ര തന്നെ പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും എത്ര തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും നമുക്ക് പിന്നെ നമ്മൾ അറിയാത്ത കുറെ അനുഗ്രഹങ്ങൾ, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരാത്ത പ്രയാസങ്ങളുടെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മ വന്നെന്ന് വരില്ല. അപ്പൊ നമ്മൾ ബോധപൂർവം തന്നെ ആ ഓർമ്മ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാന് ഇപ്പോ നമ്മളിപ്പോ വരുന്ന വഴി ഒരു ആക്സിഡന്റ് ആയി. ഭാഗ്യത്തിന് വലിയ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു രസല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വണ്ടിക്ക് കാര്യമായ തകരാറ് പറ്റി എന്ന് വിചാരിക്കാം. അപ്പോ നമുക്കതിനെ രണ്ട് തരത്തിൽ സമീപിക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഒന്നുകില് അള്ളാഹുവിനോട് പറയാം, അൽഹംദുലില്ലാ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇങ്ങനെ രക്ഷിച്ചത്, വണ്ടി വലിയ തകരാറുണ്ടെങ്കിലും സാരില്ല, ജീവൻ രക്ഷപ്പെട്ടല്ലോ, ചെറിയ പരിക്ക് മാത്രം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എന്താണ്, തിരക്കിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഒരു ആക്സിഡന്റ് കാരണം എന്റെ പിന്നെ ദിവസം പിന്നെ മുടങ്ങിപ്പോയി അല്ലെ, എന്റെ വണ്ടി മുടങ്ങി പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കതിനെ നമുക്ക് ജീവിതത്തിൽ വന്ന ഒരു ശാപമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ പിന്നെ തരണം ചെയ്യാനുള്ള ശക്തി കിട്ടണമെങ്കിൽ, അതിനുള്ള സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പോസിറ്റീവ് കാര്യങ്ങളെ അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുകയും ഒക്കെ ചെയ്ത് ഈ പ്രയാസങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താണ്, അത് നമ്മുടെ ശരീരത്തിലും പിന്നെന്താ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ കൂടി അത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മള് നന്ദിയുള്ള മനസ്സിന്റെ ഉടമകളാകുമ്പോ നമ്മള് പിന്നെ ആളുകൾക്ക് നമുക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക്, ഫേവേഴ്സിനൊക്കെ നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ പിന്നെ ഡോപ്പമിൻ, സെറോട്ടോമിൻ എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതായത് ഹാപ്പിനെസ് ബൂസ്റ്റേഴ്സ് ആയ ഇത്തരം ഘടകങ്ങൾ അല്ലെ, മോട്ടിവേഷനും അതുപോലെ തന്നെ സന്തോഷവും പിന്നെ ഒരു ഹെൽത്തി ഫീലിംഗ് ഒക്കെ നൽകുന്ന ഇത്തരം ഘടകങ്ങൾ, ഇത്തരം മൂലകങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഈ മാനസികാവസ്ഥ കാരണം ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോ പിന്നെ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മാനസികമായ ആരോഗ്യത്തെ അത് ഏറ്റവും കൂടുതൽ ഉന്നതമായ നിലയിലേക്ക് എത്തിക്കുന്നു. ഇപ്പൊ അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കാനാണ് ഓരോരുത്തരും ഇഷ്ടപ്പെടുക അല്ലെ. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ
അത് എന്താണ് ശരീരത്തിന്റെ പിന്നെ തനതായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അനാവശ്യമായ ചിന്തകളെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. അതെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തകൾ കാട് കയറി പലയിടത്തും എത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവും അല്ലെ. ചില പിന്നെ സംഗതികളെ കുറിച്ചുള്ള ഭയം നമ്മളെ പിടികൂടുമ്പോൾ, ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളത് പിന്നെ ആ ഭയം വളർന്ന് നമ്മുടെ ചിന്തയിൽ വളർന്ന് അവസാനം ആ നമ്മൾ പേടിക്കുന്ന ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നമ്മൾ അതിന് ഇരയാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ ചിന്ത കാട് കയറി, അതായത് ആരോ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സില് നമ്മുടെ മരണവും നമ്മുടെ കബറടക്കവും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിൽ വരെ നമ്മൾ എത്തിച്ചേരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓവർ തിങ്കിങ്ങിനെ മാറ്റിയെടുക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ ഒരു മാനസികാവസ്ഥയിലൂടെ സാധിക്കും. ഇത് പറയുമ്പോൾ ചാർലി ചാപ്ലിന്റെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം ഒരു തമാശ പറഞ്ഞു. ഒരു കിടിലൻ തമാശയായിരുന്നു അത്. ആളുകളൊക്കെ അത് കേട്ട് പൊട്ടി ചിരിച്ചു. അവർക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ സമയം അവർ ചിരിച്ചു. അവരുടെ ചിരി നിന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം അതേ തമാശ തന്നെ അതേ സാന്ദ്രതയിൽ അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി. അപ്പൊ ആളുകളൊക്കെ ചിരിച്ചു. പക്ഷെ ആ ചിരിക്ക് വലിയ ദൈർഘ്യമോ വലിയ ശക്തിയോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം അതേ തമാശ തന്നെ അതേ ശൈലിയിൽ വീണ്ടും പറഞ്ഞു. അപ്പോഴ് ചില ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഒന്ന് ചിരിച്ചു കൊടുത്തു. പക്ഷെ ആ ചിരിക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പേരിനുള്ള ഒരു ചിരിയായിരുന്നു. കുറെ ആൾക്കാരാണെങ്കിൽ ചിരിച്ചുമില്ല. ഇദ്ദേഹം വീണ്ടും 4ാമത്തെ തവണയും ഇതേ തമാശ ആവർത്തിച്ചു. അന്നേരം ആരും ചിരിച്ചില്ല. കാരണം എല്ലാരും അമ്പരക്കുകയാ ചെയ്യുന്നത്. ഇദ്ദേഹം എന്തൊരു വിഡ്ഢിയാണ് എന്നുള്ള, എന്ത് വിഡ്ഢിത്തമാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും വന്നത്. അപ്പൊ എല്ലാരും അത്ഭുതപ്പെട്ടു. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ 4 തവണ ഒരേ തമാശ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ചാർലി ചാപ്ലിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ, ഹാസ്യ സാമ്രാട്ടാണ്. ചെറിയ ചെറിയ തമാശകളിലൂടെ ലോകത്തെ ചിന്തിപ്പിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ആളുകളൊക്കെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നോക്കൂ എത്ര വലിയ തമാശയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നിങ്ങൾ ആദ്യ തവണ ഏറ്റവും നന്നായി ആസ്വദിച്ചു. പക്ഷെ 2ാമത്തെ തവണയും 3ാമത്തെ തവണയും 4ാമത്തെ തവണയും അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അധികം ആസ്വദിക്കാനോ അത് ചിരിക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടങ്ങളെ ഓർത്ത് ഓരോ ദിവസവും സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നത്? അത് ഇതിലും വലിയ വിഡിത്തമല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ശരിക്കും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സന്തോഷങ്ങളെ ആ നിമിഷത്തിൽ നമ്മൾ അത് അനുഭവിക്കുകയും പിന്നീട് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് അത് ഓർക്കുകയും സന്തോഷിക്കുകയും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ലല്ലോ. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അത് എത്ര കാലം കഴിഞ്ഞാലും അത് വീണ്ടും ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്, പിന്നെ അത് ചെയ്ത ആളുകൾക്ക് അത് ആരാണോ നമുക്ക് ആ ഒരു തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയത് അവരെ കുറിച്ച് മോശമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്ന് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെഗറ്റീവായ ചിന്തകൾ അല്ലെ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിപ്പോവാൻ കാരണം നമ്മൾ മറ്റ് പല ഘടകങ്ങളെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക. നമ്മൾ ഇങ്ങനെ ആവാൻ കാരണം എന്താണ്? ഇന്ന ആളാണ്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടാണ്, എൻ്റെ സാഹചര്യമാണ്, എൻ്റെ അധ്യാപകരാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോവാൻ കാരണം എന്ന് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവും. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരു ഭർത്താവ് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് സങ്കടത്തോടെ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഭാര്യക്ക് കേൾവി ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഞാൻ അവളോട് പറയുക? അതിനു വേണ്ടി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് വേണം. അതെങ്ങനെയാണ് അവളോട് അവതരിപ്പിക്കാന്ന് എനിക്കറിയില്ല. ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഭാര്യയിൽ നിന്നും ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, എത്ര ശതമാനമുണ്ട് കേൾവി? അപ്പൊ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും ഭാര്യയുടെ കേൾവി ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഒരു ടെസ്റ്റിലൂടെ പരിശോധിക്കണം, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം
ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ, വീട്ടിന്റെ മുറ്റത്തേക്ക് കയറിയപ്പോ തന്നെ അദ്ദേഹം വീട്ടിനകത്തുള്ള ആളുകൾ കേൾക്കുന്ന വിധത്തിൽ ഉച്ചത്തില് വിളിച്ചു ചോദിച്ചു, ഇന്ന് ഭാര്യയുടെ പേര് വിളിച്ചു ചോദിച്ചു, ഇന്ന് എന്താണ് അത്താഴത്തിന് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന് മറുപടി ഒന്നും കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം വീട്ടിന്റെ അകത്തേക്ക് മുൻവാതിൽ തുറന്ന് വീട്ടിന്റെ മുൻവാതിൽക്കൽ നിന്നുകൊണ്ട് വീണ്ടും ഒച്ചത്തിൽ ചോദിച്ചു, ഇന്ന് എന്താണ് അത്താഴത്തിലേക്ക് ഒരുക്കിയിട്ടുള്ളത്. അപ്പോഴും അദ്ദേഹത്തിന് മറുപടി ഒന്നും കിട്ടിയില്ല. വീണ്ടും വീട്ടിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു. അപ്പോഴും അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല. അവസാനം ഭാര്യ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് പോയിട്ട് ആ ചെവിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഒച്ചത്തിൽ ചോദിച്ചു, ഇന്ന് എന്താണ് അത്താഴത്തിന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോ ദേഷ്യത്തോടെ ഭാര്യ പറഞ്ഞു, എത്ര തവണയായി മനുഷ്യ ഞാൻ പറയുന്നു, ഇന്ന് ചപ്പാത്തിയും ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് എത്ര തവണയായി ഞാൻ പറയുന്നു എന്ന് ഭാര്യ പറഞ്ഞു. അപ്പൊ ഇവിടെ ആർക്കാണ് ചെവി കേൾക്കാത്തതെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ വിചാരിക്കാം പിന്നെ മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത് അല്ലെ. മറ്റുള്ളവരെ നമ്മുടെ പോരായ്മകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് മറ്റുള്ളവരിലേക്ക് ഇത് ചാർത്തുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഇത്തരം ഒരു നന്മയുള്ള ഒരു മനസ്സ്, നന്ദിയുള്ള, ഉപകാരസ്മരണയുള്ള, കൃതജ്ഞതാബോധമുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതുവഴി സംതൃപ്തമായിരിക്കും നമ്മുടെ മനസ്സ് അല്ലെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അസംതൃപ്തി എവിടെയും ഉണ്ടാവില്ല. എല്ലാത്തിനും മറ്റുള്ളവരിൽ പഴിചാരുക, അല്ലെങ്കിൽ പിന്നെ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കുക, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംതൃപ്തമായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ സംഘർഷങ്ങളും കുറയും അല്ലെ. നമ്മുടെ മനസ്സിൽ സംഘർഷങ്ങൾ ഇല്ലാതാവും. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ് സ്ട്രോക്ക് പോലുള്ള സംഗതികൾ. ഈ അടുത്തൊരു മെഡിക്കൽ ക്ലാസ്സിൽ കേട്ടത്, തലശ്ശേരിയിൽ തന്നെ ഒരു മാസം 150ഓളം ആളുകൾ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ഇന്നത്തെ കാലത്ത് ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു രോഗമാണ് അല്ലെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ട്രെസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഇതുവഴി എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നു. അപ്പൊ മാനസിക ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ എന്താണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ റിലേഷൻഷിപ്പുകൾ അല്ലെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും പിന്നെ കുടുംബമായാലും പിന്നെ അയൽവാസികളായാലും നമ്മളെല്ലാ ബന്ധങ്ങളും ശക്തിപ്പെടും അല്ലെ. നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബന്ധങ്ങളും ശക്തിപ്പെടും. ചിലപ്പോ ബന്ധങ്ങൾ ശക്തിപ്പെടുക എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ നമ്മളെ ഏറ്റവും അടുത്ത ആളുകൾ തന്നെയായിരിക്കും, അവര് നമ്മളോട് വലിയ ദ്രോഹങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. ഏതോ കാലത്ത് ചെയ്തതായിരിക്കും ചിലപ്പോ, പക്ഷെ അതെപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ മായാതെ നിലനിൽക്കും. ഇനി അവരെത്ര നന്മ ചെയ്താലും പലപ്പോഴും ആ ഒരു കണ്ണിലായിരിക്കും നമ്മൾ നോക്കുക. അപ്പോ നമ്മളെല്ലാവരോടും പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണമെന്നും ആരോടും വെറുപ്പ് വെക്കരുതെന്നൊക്കെ പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴും ചില ആളുകളോട് ചെറിയ ചെറിയ നീരസങ്ങളും വെറുപ്പുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതും കൂടി ക്ലിയർ ആക്കിയാലേ നമുക്ക് ശരിക്കും പിന്നെ ആ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് മറ്റുള്ളവരോട് വെറുപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ആ വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തികളെ വിസ്മരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം അവർക്ക് എന്തായാലും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അവർ എന്തൊക്കെയോ ഉപകാരങ്ങൾ, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, അവർ നമ്മളോട് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും എന്നിട്ട് പിന്നെ എന്താണ് ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കാൻ ആ വെറുപ്പ് മാറ്റി അവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഈ സ്വഭാവശീലത്തിലൂടെ അതുവഴി നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഊഷ്മളത ഉണ്ടാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിന്നെ സംഭവം ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് റസൂൽ ഒരിക്കൽ സഹാബികളോടൊപ്പം ഇരിക്കുമ്പോ ഒരു സഹാബി അതിലെ നടന്നു പോകുന്ന കണ്ടപ്പോ റസൂൽ പറഞ്ഞു, ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾക്ക് അത്ഭുതമായി, എന്തായിരിക്കും
അദ്ദേഹം നമ്മളൊന്നും ചെയ്യാത്ത എന്ത് കാര്യമായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവുക? സ്വർഗത്തിന് അവകാശിയാവാൻ മാത്രം എന്തൊക്കെയായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവുക? ഏതായാലും അത് അറിഞ്ഞിട്ട് തന്നെ എന്ന് വിചാരിച്ച് ഒരു സഹാബി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം പിന്തുടർന്നു. അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി, വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി. അപ്പൊ അദ്ദേഹം സാധാരണ പോലെ എല്ലാ വിശ്വാസികളും ചെയ്യുന്നത് പോലെ നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നു, അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു, ഉറങ്ങുന്നു, എണീക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പൊ രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് ഒന്നും ഒരു പ്രത്യേകത കണ്ടില്ല. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ കവിഞ്ഞ ഒന്നും തന്നെ കണ്ടില്ല. അപ്പോ ഈ ഇയാള് സത്യം തുറന്നു പറഞ്ഞു. അതായത്, ഞാൻ ഇവിടെ വന്നത് താങ്കൾ സ്വർഗാവകാശിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു. അപ്പൊ അത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് സ്വർഗാവകാശി ആയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. താങ്കൾ എന്താണ് നമ്മളെക്കാൾ കൂടുതലായിട്ട് സ്വർഗത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ നിന്നും ഞങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നും കൂടുതലായിട്ടൊന്നും താങ്കൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇത്രയൊക്കെ തന്നെ ചെയ്യുന്നുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ രാത്രി പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ആരോടെങ്കിലും ഉണ്ടായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ സ്വർഗത്തിന് അവകാശിയാക്കാൻ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന ഗുണം എന്താണെന്ന് അസഹാബിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടും, അല്ലെ? നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ സമാധാനവും നഷ്ടപ്പെടും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വർഗവും നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ സ്നേഹമായി മാറ്റുന്ന ഒരു അത്ഭുത വിദ്യയാണ് നമ്മൾ നന്ദിയുള്ളവരാവുക എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴി നമ്മൾ ഇങ്ങനെയൊക്കെ ഉന്നതമായ വികാരങ്ങൾ അല്ലെങ്കിൽ ഉന്നതമായ ഒരു തരത്തിൽ നമ്മുടെ സ്വഭാവം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, അല്ലെ? നമുക്ക് സ്വന്തത്തോട് തന്നെ ഒരു അഭിമാനം ഉണ്ടാവും. നമ്മള് ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് തന്നെ കുറച്ചിലായിരിക്കും. അപ്പൊ നമ്മള് ഈ ഒരു തരത്തിലേക്ക് ഉയരുമ്പോ നമുക്ക് നമ്മളെ കുറിച്ച് അഭിമാനം തോന്നും, അല്ലെ? അങ്ങനെ നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. അപ്പൊ അത് നല്ലൊരു മാനസികമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. അതുവഴി നമുക്ക് നല്ല പിന്നെ ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും, അല്ലെ? ഇന്ന് മനുഷ്യന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ഉറക്കമില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഉറക്കം മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാനുള്ള ഒരു സാഹചര്യം കിട്ടും. അതോടൊപ്പം തന്നെ ഉദാരത നമ്മളിൽ ഉണ്ടായിത്തീരും, അല്ലെ? നമ്മള് പിന്നെ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുകയല്ല, മറിച്ച് കൊടുക്കാനാണ് തയ്യാറാവുക, അല്ലെ? മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറും, മറിച്ച് അതിന് പകരമായിട്ട് നമ്മൾ എല്ലാം കൊടുക്കാൻ തയ്യാറാവും. കാരണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമുക്കുള്ളതിൽ ഐശ്വര്യമുള്ള ഒരു മനസ്സാണ്, അല്ലെ? നമുക്ക് ധാരാളമായിട്ട് സ്വത്ത് മുതലൊന്നും ഉണ്ടാവുകയില്ല, പക്ഷെ നമ്മള് ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ആളുകളാണ്. മനസ്സിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന എത്രയോ മഹാന്മാരെ കുറിച്ച് നമ്മൾ ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. റസൂലിന്റെ കാലത്തുള്ള സഹാബിമാരെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്കുള്ള ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഐശ്വര്യമാണ്. അപ്പൊ അങ്ങനെ ആ മനസ്സിന്റെ ഐശ്വര്യത്തിൽ ഉദാരനായി മാറാൻ, ആളുകൾക്ക് അങ്ങോട്ട് പലതും നൽകാൻ, മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നൽകാനുള്ള ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം അങ്ങോട്ട് നൽകുന്ന ഒരു സ്വഭാവ സവിശേഷത എന്നൊക്കെ പറയുന്നത് അത് അവരുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ അവരുടെ ഫാമിലി ലൈഫിലും സാമൂഹിക ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഏറ്റവും ഉന്നതമായ ഒരു വ്യക്തിത്വം അവർക്ക് കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നന്ദിയുള്ളവരാകുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ നന്ദിയുള്ളവരാവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ബോധപൂർവം അതിനുവേണ്ടി പരിശ്രമിക്കുക തന്നെ ചെയ്യണം, അല്ലെ? നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യണം. ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന, അതൊക്കെ നമ്മൾ യാന്ത്രികമായിട്ടങ്ങ് പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സറിഞ്ഞുകൊണ്ട്, അല്ലെ? മനസ്സറിഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയത്തെ ഉറക്കിൽ തന്നെ ഞാൻ മരിച്ചു പോയെങ്കിൽ ഇന്ന് രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു, അല്ലെ?
അല്ലെ. അപ്പോ ഇന്ന് രാവിലേക്ക് എനിക്ക് ആയുസ് നേടിത്തന്ന സർവശക്തനായ റബ്ബിന് എല്ലാ സ്തുതികളും അർപ്പിച്ചുകൊണ്ട് ആ കിട്ടിയ ഒരു ദിവസത്തിന്റെ മൂല്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അവിടെ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മള് പിന്നെ ജീവിതം തുടങ്ങുന്നു. പിന്നെ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾക്കും നമ്മള് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നെ എണ്ണി എണ്ണി നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ എണ്ണി എണ്ണി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് പറയുകയും അള്ളാഹുവിനോട് വാക്കുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി സമ്പത്താണെങ്കിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട്, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം വിനിയോഗിച്ചുകൊണ്ട്, സമയമാണെങ്കിൽ സമയം വിനിയോഗിച്ചുകൊണ്ട്, അതൊക്കെയും നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമുക്കത് ആ ഒരു സ്വഭാവം വളർത്തിയെടുക്കാൻ സാധിക്കുക. ഈ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറയുന്നതോടൊപ്പം ഈ അനുഗ്രഹം നിലനിർത്തി തരാനും അതോടൊപ്പം തന്നെ ഇനി എനിക്ക് കിട്ടാനുള്ള സംഗതികളെ കുറിച്ച് അല്ലെ, നമുക്ക് വളരെ ധാരാളമായ ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അവയൊക്കെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും ആ അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ ഞാൻ തീർത്തും നിന്നോട് നന്ദിയുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്നതിലൂടെ അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട്, അത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ പോലും സാധാരണയായിട്ട് മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന ഉപകാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെന്തിനാ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലെ. മക്കളോട് മാതാപിതാക്കളുടെ ബാധ്യതയല്ലേ അത് അവര് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോ പ്രത്യേകം നന്ദിയൊന്നും പറയണ്ട. ഇനി മക്കള് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതും നമ്മള് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാം ഉമ്മാക്കും ഉപ്പാക്കും മക്കള് ചെയ്തു തരേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താതെ ഏറ്റവും നമുക്ക് കടമകൾ ചെയ്യാൻ കടപ്പെട്ടവരോട് പോലും അവർ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതിന് അതല്ലെങ്കിൽ അവർക്ക് അതിന് പകരമായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മള് ബോധപൂർവം നമ്മുടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മള് നമ്മുടെ മനസ്സിനെ ആ ഒരു നന്ദിയുള്ള ഹൃദയമാക്കി മാറ്റാൻ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. ശരിക്കും ഇത് ഇന്നത്തെ സൈക്കോളജിയിലൊക്കെ പറയുകയാണെങ്കിൽ അത് ശരിക്കും എഴുതിയിട്ട് തന്നെ അത് തയ്യാറാക്കുക. അതായത് ഓരോ കാര്യങ്ങളും അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ എഴുതി 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 നമ്മളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ശരിക്കും അത് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയെ കുറിച്ചുള്ള വെറുപ്പ് അത് മാറിക്കിട്ടാൻ അവരിലുള്ള ചെറിയ ചെറിയ നന്മകൾ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് അതിനെ നമ്മൾ വലുതാക്കി കൊണ്ടുവന്ന് അതിനെ നമ്മൾ അതിന്റെ പേരിൽ അവരെ ബഹുമാനിക്കാനും ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും വലിയ മാറ്റങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നന്മയുള്ള ഹൃദയം അതേപോലെ തന്നെ നന്ദി ഉള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് സർവശക്തനായ റബ്ബ് സമയം ആയെന്ന് തോന്നുന്നു അല്ലെ. അതിന് സർവശക്തനായ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം എന്നും സർവശക്തനായ റബ്ബിനോടും സമസൃഷ്ടികളോടും നന്ദിയുള്ള ഉപകാരസ്മരണയുള്ള ഒരു ഹൃദയമാക്കി സർവശക്തൻ മാറ്റി തരട്ടെ. അങ്ങനെയുള്ള പ്രയത്നങ്ങൾ നമ്മൾ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ربنا أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم.